ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അപ്പോൾ എല്ലാ 3 ടീമുകൾക്കും തുല്യ പോയിൻ്റ് ആയതുകൊണ്ട് പവർ ടീമിനെതിരെ ഈ ആഴ്ച മത്സരിക്കാനുള്ള ടീം അംഗത്തെ പവർ ടീമിന് തന്നെ സെലക്ട് ചെയ്യാമെന്ന് ബിഗ് ബോസ് പറയുന്നു. അങ്ങനെ പവർ ടീം സെലക്ട് ചെയ്ത ടീം നെക്സ്റ്റ് ടീമാണ്. ഗബ്രിയുടെ ടീമിനെ അവർ സെലക്ട് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവർ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് പവർ ടീമിലാണ്. അവർ നോമിനേഷനിൽ വരുന്നില്ല. അതുകൊണ്ട് ഇനി നോമിനേഷനിൽ വരണം എന്ന തീരുമാനം കൊണ്ടാണ് അവരെ സെലക്ട് ചെയ്യാത്തത്. അതായത് ഗബ്രി, റസ്മിന്, അർജുന് ഒന്നും കുറേ കാലമായിട്ട് നോമിനേഷനിൽ വരുന്നില്ല. അവർ നോമിനേഷനിൽ വരട്ടെ എന്ന് ഇപ്പോഴത്തെ പവർ ടീം പറയുന്നു. അതുപോലെ തന്നെ ശ്രീധുവിൻ്റെ ടീമിനെ സെലക്ട് ചെയ്യാതിരുന്നത് എന്താ വെച്ചാൽ ജാസ്മിൻ അവിടെയുണ്ട്. ജാസ്മിന് കുറേ കാലമായിട്ട് നോമിനേഷനിൽ വന്നില്ല. അപ്പോൾ ജാസ്മിന് നോമിനേഷനിൽ വരട്ടെ. അതുപോലെ തന്നെ ഈ ആഴ്ച ആദ്യം നിന്ന് ആരെങ്കിലും പോവുകയാണെങ്കിൽ അടുത്ത ആഴ്ച ഇതേ പവർ ടീം തന്നെ നിലവിൽ വരികയാണെങ്കിൽ അവർക്ക് അതിലേക്ക് പുതിയ ആളുകൾ ഇടാം. അതൊരു കാരണമാണ്. അതുപോലെ തന്നെ വേറെ കാരണങ്ങൾ കുറേ പറഞ്ഞെങ്കിലും ഈ 2 മെയിൻ റീസൺ കൊണ്ടാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ജാസ്മിനുമായിട്ടുള്ള പേഴ്സണൽ ഗ്രഡ്ജും കൊണ്ട് ജാസ്മിൻ പവർ ടീമിൽ വന്നാൽ ഇവർക്ക് തന്നെ പണിയാകുമെന്ന് ഇവർക്കറിയാം. ഇനി നെക്സ്റ്റ് ടീം ജയിച്ചാൽ ഇവർക്ക് കുഴപ്പമില്ല. കാരണം നെക്സ്റ്റ് ടീം ഏകദേശം ഇവരായിട്ട് നിൽക്കുന്ന, അതായത് സിബിനായിട്ട് ഒത്തുപോകുന്നവരാണ്. അതായത് അഭിഷേക് ശ്രീകുമാറുണ്ട്, സായി ഉണ്ട്, അതുപോലെ തന്നെ നന്ദന, അഭിഷേക്, ജയദീപ് എന്നിവരൊക്കെയാണ് അതിലുള്ളത്. അപ്പോൾ അവർ വന്നാൽ ഇവർക്ക് അധികം കുഴപ്പമില്ല. അങ്ങനെ ഈ നെക്സ്റ്റ് ടീമിനെയാണ് ഇപ്പോൾ പവർ ടീം തങ്ങൾക്കെതിരെ മത്സരിക്കാനുള്ള ടീമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്.